വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ റൂം ക്ലീനിങ് ആണ്. റൂം ഏകദേശം നല്ല അടിപൊളിയായി ചീത്തയിരിക്കലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കുറേ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വൃത്തിയാക്കാൻ, അതേപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയും ഷോർട്സ് ആക്കി ഇടുന്നത്. അങ്ങോട്ടും കുശുക പറഞ്ഞ് പിന്നെ ഒരു ബബ്ലിയൊക്കെ കഴിച്ച് രണ്ടാളും പിന്നെ സല്ലി വന്ന് ഒരു കൊടുത്ത് ബബ്ലി അങ്ങനെയൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ആയി കുറച്ച് പണിയെടുത്തപ്പോൾ തന്നെ ഉണങ്ങി. പിന്നെ എല്ലാതും ഒതുക്കി പെറുക്കി വെക്കലേ ഞാനും ഓളും ഉണ്ടായിരുന്നു. ഓള് ലീവിന് വന്നാൽ മാത്രമുള്ള എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാറ്. ഞങ്ങൾ രണ്ടാളും വേറെ വേറെ മുമ്പ് പരമാവധി ശ്രമിക്കാറുണ്ട്, ബട്ട് കഴിയാറില്ല ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയ കുറേ ക്രാഫ്റ്റുകളുണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലേ. ആ ബോക്സൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒക്കെ അങ്ങനെ വൃത്തിയാക്കി ഇതുണ്ട് ഒക്കെ ഇതുപോലെ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ബട്ട് ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് പിന്നെ കരുതി. കുറേ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കാൻ കരുതിയത്. പിന്നെ 3 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ക്ലീനിങ് ഇതാക്കിയത്. പക്ഷേ ഇത് ഷോർട്ട് ആയതുകൊണ്ട് ഇത് വേഗം കാണിച്ചു തരികയാണ്. ഇത് ഭയങ്കര സ്ലോയിലായിരുന്നു, സ്പീഡ് കൂട്ടി ചെയ്തതാണ്. പിന്നെ കളിയും ചിരി ഉണ്ടായിരുന്നു, അങ്ങനെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെറുതെയും കുത്തിയിരുന്നിട്ട് അവിടെ അങ്ങനെ. പിന്നെ എവിടുന്ന് തുടങ്ങണം എന്നൊരു പിടുത്തല്ലായിരുന്നു. ബെഡൊന്നും കാണാനിട്ടാണ് ഈ വീഡിയോയിൽ നല്ല രീതിക്ക് വൃത്തിയേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വരച്ച കുറേയധികം പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഓള് വരച്ചത് ഓളെ വീട്ടിലാണ്, കാരണം ഓൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഓള് നല്ല ഭംഗിയിൽ ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്, എനിക്കത്ര വയ്ക്കൂലേ. അപ്പോൾ ആ പിക്ചേഴ്സൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അടുക്കി പെറുക്കി വെക്കുകയാണ്, ഓരോ നിലത്തേക്ക് ഇടുകയാണ്, വെച്ചുണ്ടാക്കുകയാണ്. അതൊക്കെ ഒരു ഫണ്ണായിട്ടാണ് കുട്ടിയെ മതി ഗൈസ്. ആ റാക്കൊക്കെ നല്ല രീതിക്ക് വൃത്തിയേടായി കിടക്കായിരുന്നു കേട്ടോ. പിന്നെ ആഴ്ചയിലോ കൊല്ലത്തിലോ ഒരു വട്ടം ക്ലീനാക്കുന്ന റൂമാണിത്. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ വലിച്ചു വാരിയിട്ട് ആകപ്പാടെ. ഫൈനൽ ലുക്ക് കണ്ട കേസ് നിങ്ങളെല്ലാവരും നെട്ടു, കാരണം അത്രയ്ക്ക് ഞങ്ങൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആകെ തുണികളൊക്കെ വാരി വലിച്ചിട്ടേക്ക്. അതിൻ്റെ ഇടയ്ക്ക് കുറേ കോഷ്ടികളൊക്കെ കാട്ടുന്നുണ്ട്. ഇത് ക്യാമറ നേരെക്കട്ടെ, ക്യാമറ ചെറുതായി ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്, കാരണം ട്രൈപോഡിൻ്റെ പ്രോബ്ലമാണ്. അതൊന്ന് പുതിയത് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് കൈവയ്ക്കണം, സഹായിക്കണം. അപ്പോൾ വേഗത്തിൽ അതൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. ഫാസ്റ്റ് മീൻസ് നല്ല ടൈം എടുത്തിട്ടുണ്ട്. അടിച്ചോരി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടപ്പോൾ എന്തോ ഒരു മനസ്സുഖം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാ വർക്കുകളും ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര പണിയാണ് ടേസ്റ്റ്. എന്താണെന്ന് അറിയുന്നില്ല, നമുക്ക് പെരും പണിയുള്ള പോലെ. കാരണം ഇത് കുറേ കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കിയിട്ടുള്ളൂ, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിന് ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല. ഇവിടെ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പോയി പിന്നെ വരിക, ഹോംവർക്ക് ചെയ്യുക, അങ്ങനെ തന്നെ നേരം പോകുകയാണ്. പിന്നെ ഞങ്ങൾക്ക് നേരം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിച്ചത് വീഡിയോസ് ഇടാത്ത. അത് ഞങ്ങൾ ആകെ ഒരു 3 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് സബ്സ്ക്രൈബ്സ് കുറവാണ്. അതാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ കുറച്ച് ഇമോഷണലി ആക്കുന്ന കാര്യം. കുഴപ്പമില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫണ്ടായിട്ട് കുറേ ആക്ടിവിറ്റീസ് ചെയ്തു. പിന്നെ ചിരിച്ചും കളിച്ചും കളികളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ നാളെ മറ്റന്നാൾ ഒരു ലീവുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിന് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ അത് കുറേ വൃത്തിയാക്കി ഞങ്ങൾ ദിവസം കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്, അത്രയ്ക്ക് വൃത്തിയാക്കാണ്ടിരുന്നു. പിന്നെ വോയിസ് അത്ര റെഡി ആവില്ല കേട്ടോ, ജലദോഷമാണ്. എന്താ പറയുക, ഒക്കെ വൃത്തിയാക്കി ഇങ്ങനെ വരാനും കുറച്ച് പണിയെടുത്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ കോട്ടി കളക്ഷൻസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാനും അനിയനും കൂടി കുട്ടികൾ ഇങ്ങനെ ഇതാക്കും. പിന്നെ ഒരു